അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ് നിൽക്കുന്നത് സൺറൈസ് വാലിയാണ്. സൺറൈസ് വാലി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും ദുർഘടം പിടിച്ച പ്രദേശമാണ്. അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രത്യേക സംഘം, ദൗത്യ സംഘം തെരച്ചിൽ നടത്തുന്നത്. ഹെലികോപ്റ്ററിലാണ് അവർ ആ ഉൾക്കാട്ടിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മലനിരകളിൽ നിന്ന് ചാരിയാർ ഉത്ഭവിച്ച് അത് ഒഴുകി ഇറങ്ങി താഴേക്ക് വരുന്നത്. അതിൻ്റെ ഉൾക്കാട് പ്രദേശങ്ങളിൽ ദൗത്യസംഘം തെരച്ചിൽ നടത്തും. ഒപ്പം തന്നെ ആ പ്രദേശത്തെ നാട്ടുകാരും അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച സുനിൽ കുമാർ നമ്മളോട് പറയുകയുണ്ടായത്. അനൂപ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനൂപ്, വളരെ ഭംഗിയുള്ള പ്രദേശം, പക്ഷേ ആ ഭംഗിക്കപ്പുറത്തേക്ക് അതിനൊരു രൗദ്രഭാവമുണ്ട് എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. നിഗൂഢത ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. അത്രമാത്രം ഇടതൂർന്ന വനമേഖല. ആ ഉൾക്കാട്ടിലാണ് പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെയും നാട്ടുകാരുടെയും പരിശോധന നടക്കുന്നത് ഇന്ന്. മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സൺറൈസ് വാലിയുടെ ഏറ്റവും ചെങ്കുത്തായ പ്രദേശത്തിന് തൊട്ട് സമീപത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ ഗർത്തമാണ്. ഇതിലൂടെയാണ് ഈ പ്രത്യേക ദൗത്യ സംഘങ്ങളെല്ലാം പോയിരുന്നത്. അതോടൊപ്പം ഇവിടെ നിന്ന് ആ കാണുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ചെറിയ പുഴ പോലെ കാണുന്ന ഇപ്പോൾ വലിയ വ്യാപ്തിയോടുകൂടി ഒഴുകുന്ന ആ ചാലിയാർ പുഴയിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ വേണം എത്താൻ. നമുക്ക് ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു വ്യാപ്തി പരിമിതമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സുനിയേട്ട നേരത്തെ പറഞ്ഞത് ഇവിടെ നിന്ന് അവിടം വരെ എത്താനുള്ള ഒരു സമയം പറഞ്ഞല്ലോ. പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ തന്നെ ഈ രാത്രി നിൽക്കുന്നതൊക്കെ ഈ രക്ഷാപ്രവർത്തകരുടെ ഈ വന്യമൃഗശല്യം ഒക്കെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഞങ്ങൾ ഈ കാടിൽ ഒരുപാട് തവണ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ള ആളുകൾക്ക് അവർ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പോട് കൂടിയാണ് പോയിട്ടുള്ളത്. മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. താമസിക്കാൻ ഞങ്ങൾ ഇഷ്ടം പോലെ താമസിക്കുന്നതുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിലിറങ്ങി പോകുന്നുള്ള അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടുന്ന് ഇറങ്ങി അവിടെ എത്താനുള്ള പ്രയാസമാണ് വലിയ പ്രയാസമായിട്ട് നമുക്കുള്ളത്. പിന്നീട് അപ്പോൾ ഞാൻ ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് പുറമേ ഉള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ നേരത്തെ അവിടെ പോയ ആളുകൾ കുടുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മേലെ അപ്പോൾ ദൂരെ കാണുന്ന പോത്തുകൽ പ്രദേശം എന്നൊക്കെ ഇങ്ങോട്ട് ഈ പുഴയിലൂടെ വന്നിട്ട് ദുർഘടമായ സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയ അപ്പോൾ ഇപ്പം അങ്ങോട്ട് അങ്ങനെ ആളുകളെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് വിടുന്നതൊക്കെ വലിയ രൂപത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ടല്ലേ? അതെ, വലിയ രൂപത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് തന്നെ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാജിമോനെയൊക്കെ, അതേപോലെ റഫീഖ്, ബാക്കിയുള്ള ഫൈസൽ, അതേപോലെയുള്ള ആളുകൾ ഞങ്ങൾ ഫോറസ്റ്റുമായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും നമുക്കെന്താ പറയുക, മതിയാവില്ല. കാരണം അന്ന് ആ ഉരുള് പൊട്ടിയ അന്ന് മുതൽ ഈ പുഴയ്ക്കകത്ത് തന്നെ ശക്തമായ മഴയ്ക്കകത്ത് അന്ന് മുതൽ നമുക്ക് എന്താ പറയുക, അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ആർമി, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ആളുകളെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം എന്ത് വന്നാലും നമ്മൾ ഉദ്യോഗസ്ഥരെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യതരാണ്. നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സംരക്ഷിക്കണം. കാരണം അവർക്ക് ഇതിനെ ഇറങ്ങി പരിചയമല്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കൂടെ പോകുന്നത്. ഞങ്ങൾ ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിപ്പോൾ ആ ദൂരെ കാണുന്നത് മലപ്പുറം ജില്ലയുടെ പ്രദേശവും അതിന്റെ ഈ ഇടതുവശത്ത് കാണുന്നത് നീലഗിരിയും, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വയനാട്. അതായത് ഇതിലെ കാണുന്ന ഈ പുഴയുണ്ട്, മീൻമുട്ടി വാട്ടർഫോൾസ്, അതിലെ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ പോയിട്ട് തമിഴ്നാടിന്റെ നീലഗിരി ഡിസ്ട്രിക്റ്റും, ഈ പുഴയ്ക്ക് ഇപ്പുറേ ഈ സൂചിപ്പാറയൊക്കെ വരുന്ന ഈ പുഴയ്ക്ക് അപ്പുറേ മലപ്പുറം ഡിസ്ട്രിക്റ്റും, ഈ ഒരു ഭാഗം വയനാട് ഡിസ്ട്രിക്റ്റും. അപ്പോൾ ഈ 3 ഡിസ്ട്രിക്റ്റും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് സൺറൈസ് വാലി വ്യൂ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്നവർ അവരുടെ സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മലപ്പുറം, പോത്തുകല്ല്, നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്ന് വളരെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി ഇതിൽ വന്നിട്ടുണ്ട്. അവരിൽ പെട്ട ഒരു 18 പേരാണ് അവിടെ നമ്മൾ സൂചിപ്പാറ വാട്ടർഫോൾസ്, കാന്തമ്പാറ ജോയിൻ ചെയ്യുന്നിടത്ത് വന്ന് കുടുങ്ങിപ്പോയത്. കാരണം അവർ രക്ഷാപ്രവർത്തനത്തിന് മാത്രമായിട്ട് വന്ന ആളുകളാണ്, ഫോറസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് കുടുങ്ങിപ്പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം മിലിറ്ററി ഏതാണ്ട് എത്ര സമയം ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു? ഇപ്പൊ 2 ദിവസമായിട്ട് കണ്ടിന്യൂ രാവിലെ മുതൽ ഈവനിങ് ഇരുടുന്നത് വരെ മിലിറ്ററി ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ NDRFന്റെ ഫോഴ്സും ഉണ്ട്. ഇന്നലെ പോയവർക്ക് മൃതദേഹഭാഗങ്ങളോ? ഇന്നലെ പോയവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയ ഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മിഞ്ഞാന്നൊക്കെ പോയ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് 3 ഫുൾ ബോഡി ഇനിയില്ല, 3-4 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടും, വെള്ളം താഴുന്നതിനനുസരിച്ച് ഇനിയും ഉണ്ടാവും. വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ അന്ന് തെരച്ചിൽ നടത്തിയപ്പോൾ എന്തായിരുന്നു? നിങ്ങളൊക്കെ പോയപ്പോൾ
വലിയ മലവെള്ളപ്പാച്ചിൽ വന്നുകൊണ്ടിരിക്കുമല്ലേ? അതെ അതെ, ഭീകരമാണ്, വാക്കുകൾക്ക് അതീതമാണ്. ഭീകരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം അങ്ങനെ അടിച്ചു കയറി വരുന്ന, കലങ്ങി മറിഞ്ഞ് ചളിയും പാറക്കഷ്ണങ്ങളും വെള്ളവും കൂടിക്കലർന്ന് ഒന്നിച്ചു വരുന്ന ഒരവസ്ഥ. രണ്ട് ഭാഗവും ഇടിഞ്ഞിരിക്കുകയാണ്. സുന്ദരമായ പുഴയായിരുന്നു, എത്ര ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടി പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടലോടുകൂടി രണ്ട് ഭാഗവും പുഴേൻ്റെ സൈഡ് ഇടിഞ്ഞ് വളരെ വികൃതമായ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്, വലിയ ശബ്ദത്തോടു കൂടി. മനു, ഈ സുല്ലേട്ടൻ പറയുന്നതിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ സാഹചര്യം പൊതുവിൽ മനസ്സിലാക്കാം. ഏറ്റവും ഭീകരമായിട്ടൊരവസ്ഥയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. ഈ മുകൾ ഭാഗത്തു നിന്ന്, ചൂരൽമല ഭാഗത്തു നിന്ന് ഇവിടെ വരെ വലിയ മലവെള്ളപ്പാച്ചിലായിരുന്നു. പശുക്കളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങളും മൃതശരീരങ്ങളും ഇതിലൂടെ ഒലിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കനത്ത കുത്തൊഴുക്കിലാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യ ദിവസം തന്നെ 16 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അവർക്ക് കണ്ടെത്താനായി. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വിവരിച്ചത്. ഈ കാട് കടന്ന് അവിടേക്ക് എത്താൻ തന്നെ ഏതാണ്ട് 2 മണിക്കൂർ എടുക്കും. പിന്നീട് തിരിച്ചു വരാനും, വൈകിട്ട് തിരച്ചിൽ അവസാനിച്ച് വരുമ്പോഴെല്ലാം വലിയ വന്യമൃഗങ്ങളുടെ ശല്യവും ആക്രമണവും എല്ലാം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരുപാട് ദുർഘട ഘടകങ്ങളെ മറികടന്നാണ് ദൗത്യസംഘവും രക്ഷാപ്രവർത്തകരും എല്ലാം ഇന്നും 9ാം നാളും ഈ മഹാദുരന്തം നടന്ന് കഴിഞ്ഞ് 9ാം ദിവസവും ഈ വിധത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള തെരച്ചിൽ തുടരുന്നത്.